എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഏത്തപ്പഴം വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പം ഇത് കേട്ടോ. എങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി 2 ഏത്തപ്പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴം നമുക്ക് എടുക്കാം കേട്ടോ. ഏത്തപ്പഴത്തിന് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഏത്തപ്പഴത്തിന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഏത്തപ്പഴവും ഇവിടെ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയുടെ പൊടിക്കുന്ന ജാറിലോട്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതായിട്ട് ചൂടായി വന്ന് ഇതൊന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ഇത് നല്ലതായിട്ട് സോഫ്റ്റായി വരും. കാരണം പഞ്ചസാര ലൈനിയായി വരുമല്ലോ. അപ്പോൾ നല്ലതായിട്ട് ഇതങ്ങ് മെൽറ്റായി വരും. അങ്ങനെ ഏത്തക്ക നല്ലതായിട്ടോ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഏത്തക്കയുടെ പീസുകളെല്ലാം നല്ലതായിട്ട് ഉടഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ 1/2 തൊട്ട് 1 കപ്പ് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ എത്ര ഇട്ട് കൊടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. തേങ്ങ നല്ലതായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ തേങ്ങ നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് അങ്ങ് മാറ്റാം. എന്നിട്ട് വേറെ ഒരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്ത റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. വറുക്കാത്ത റവയാണ് നല്ലതായിട്ട് അതിനെ ഒന്ന് വറുത്തെടുക്കുക. ഒത്തിരി കളറൊന്നും മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. റവ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. തീ സമയത്ത് കുറച്ച് വെക്കുക. എന്നിട്ട് 1/4 കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കി മിക്സ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കേട്ടോ. നല്ലതായിട്ട് ഇത് മിക്സാക്കി എടുത്ത് അത് നമുക്ക് കുറുക്കിയെടുക്കാം. റവ ഈ ഒരു പരുവായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത്തക്കയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ റവയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് റവയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഇതിനെ മിക്സാക്കി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് നെയ്യും കൂടെ ചേർത്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇവിടെ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചൊരു ബോൾ പോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ബോൾ രീതി വേണേൽ റെഡിയാക്കി എടുക്കാം. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. എൻ്റെ ഏത്തപ്പഴം വെച്ച് നമുക്ക് കുറേ ഇതുള്ള റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കുമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ 1/2 ടീസ്പൂൺ നെയ്യും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് റെഡിയാക്കിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ മീഡിയത്തിലിട്ട് ഇതിനെ തിരിച്ച് മറിച്ചു വിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എത്രയും വരെ ഇത് ഫ്രൈ ആവരണോ ആ രീതിയിലനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഏത്തക്ക കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. വേണമെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് അവർ ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.